കുമ്പിടി വായനശാലയുടെ നേതൃത്വത്തിൽ MT സ്മൃതി സംഘടിപ്പിച്ചു. MT അനുസ്മരണം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. MT ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ എത്രയോ നാട്ടിൻപുറം പോലെ കൂടല്ലൂർ ഗ്രാമവും മാറുമായിരുന്നു. കൂടല്ലൂരിനെ പ്രശസ്തിയുണ്ടാക്കിയത് MT ആണെന്ന് കുമ്പിടി വായനശാല സംഘടിപ്പിച്ച MT സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. കൂടല്ലൂരിനെ പ്രശസ്തമാക്കിയതും MT ആണ്. MTയുടെ നാട് എന്ന നിലയിലാണ്. അതുകൊണ്ട് MTക്ക് നാം കൊടുക്കുന്ന ഈ ആദരാഞ്ജലി ഒരർത്ഥത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു നന്ദി പ്രകടനം കൂടിയാണ്. MT ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്രയോ നാട്ടുമ്പുറം പോലെ ഒരു നാട്ടുമ്പുറമായിട്ട് കൂടല്ലൂർ മാറുകയാണ്. കൂടല്ലൂരിന് പ്രത്യേകത ഉണ്ടാക്കിയത് MT ആണ്. MT ഇവിടുത്തുകാരനാണെന്ന് മാത്രമല്ല, MTയുടെ കഥാലോകത്തെ നിർണയിച്ചത് കൂടല്ലൂരാണ് എന്തുകൊണ്ടുകൂടിയാണ്. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ, എഴുത്തുകാരൻ VR സുധീഷ്, ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദ്, എഴുത്തുകാരി ദീപ നിഷാദ്, വിജു നായരങ്ങാടി, VK ചന്ദ്രൻ, MK പ്രദീപ്, ഡോക്ടർ സുനിൽ, PK ബാലചന്ദ്രൻ, P. വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. അവരുടെ തോൾസഞ്ചിയിലെ സഞ്ചിയിൽ നെറൂദിയുടെ ഒരു കവിതാ പുസ്തകം ഉണ്ടെങ്കിൽ അവർ വലിയ ധീരരായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ് MT എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓരോ എഴുത്തുകാരും അതത് കാലഘട്ടത്തിന്റെ അനുഭവങ്ങളാണ് പകർത്തുന്നത്. ആ കാലഘട്ടത്തിന്റെ വിഹ്വലതകൾ പകർത്തി കാണിച്ചാൽ അത് വായിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം നടക്കും, മനസ്സിലൊരു ചോദ്യം നടക്കും, ഹൃദയത്തിൽ അനുകരണം ഉണ്ടാക്കും. ഇത് തെറ്റായിരുന്നില്ലേ? ഇതായിരുന്നു ശരി. ഏതാണ് ശരി? അപ്പോൾ ശരി തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കാൻ എഴുത്തുകാർക്ക് കഴിയും. എനിക്ക് MTയുടെ ആരാധന തന്നെയായിരുന്നു. മാണിക്കക്കല്ല് എന്ന പുസ്തകം അല്ലെങ്കിൽ നീലക്കടലാസും ഒക്കെയുള്ള ഒരു കഥാസമാഹാരമാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചിട്ടുള്ള. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് MTയുടെ പുസ്തകമാണ്. നീലക്കടലാസ് എന്ന കഥയാണ്. 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ലൈബ്രറി അവറിൽ നമ്മുടെ മുന്നിൽ കയ്യിൽ കിട്ടിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ MT ഒരു പുസ്തകം എജുമോഷൻ നേരത്തെ പറഞ്ഞ ചില ആളുകളെ അല്ലെ വായന എന്ന് പറയുന്നത് അത് തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു ഊർജം നമുക്ക് തരുന്ന എഴുത്തുകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇവരുടെ അടുത്ത പുസ്തകം കൂടി വായിക്കണം എന്ന് തേടി നടക്കുന്ന എഴുത്തുകാര് അല്ലെങ്കിൽ എഴുത്തുകൾ വളരെ കുറവാണ്. MTയുടെ കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച മനോരഥങ്ങൾ എന്ന സിനിമയിലെ കേസ് ചിത്ര ആലപിച്ച ടൈറ്റിൽ സോങ്ങിന്റെ നൃത്താവിഷ്കരണം കലാമണ്ഡലം ഐശ്വര്യ വേദിയിൽ അവതരിപ്പിച്ചു. ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം അറബിക് ഡ്രാമയിലും നങ്ങ്യാർകൂത്തിലും എ ഗ്രേഡ് നേടിയ കുമ്പിടി സ്വദേശി സി അഞ്ജലയെ മന്ത്രി MP രാജേഷ് മൊമെന്റോ നൽകി അനുമോദിച്ചു. NCV ന്യൂസ് തൃത്താല. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി.